നമസ്കാരം. മറ്റുള്ളവരുടെ രഹസ്യം ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ ലീഗലായി നിങ്ങളെ സഹായിക്കുന്ന വീഡിയോയുമായി ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. വെൽക്കം ടു ദ ചാനൽ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഫ്രീ ആയിട്ട് കണ്ടവന്റെ കാര്യം അറിയാം. കണ്ടവന്റെ കാര്യം അതറിയുന്നത് എന്തൊരു സുഖമാണ്. ഈ സ്റ്റോറി ഞാൻ ഇട്ടപ്പോഴേ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇത് വേണമെന്നാണ് പറഞ്ഞത്. ആദ്യം എനിക്ക് വന്നത് വല്ല പണിക്കും പോടാൻ മതി, അത് അവന്റെ കൂട്ടുകാരൻ ഫോണിൽ നിന്ന് അറിയാതിട്ടതായിരിക്കും. ആദ്യത്തേത്, ഒരു തവളയുടെ ബാക്കിൽ സിറിഞ്ച് വെച്ച് കുത്തി വെള്ളം നിറച്ച് അതിന്റെ വയറ് വീർത്ത് വന്ന് ചെറ്റേ ഒരു തവള. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു കുളത്തിൽ മദാനസനായിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു തവള ഒരുത്തം വന്ന് നിങ്ങളുടെ ബാക്കിൽ കൂടെ സൂചി കുത്തി വെള്ളം നിറച്ച് പൊട്ടിത്തെറിച്ച് എവിടെങ്കിലും ഇരുന്ന് മാക്രോ അടിക്കുന്ന തവള ഇങ്ങനെ ചെയ്തതിന് നിനക്ക് നരകത്തിൽ ഒരു സീറ്റ് റിസർവാ. കഴിഞ്ഞില്ല, വയലൻസ് ഇവിടെ കഴിഞ്ഞില്ല. അതേ ആള് തന്നെ പിന്നെ എൻ്റെ ഫ്രണ്ട് കൊച്ചിലെ ഒരു പൂച്ചയുടെ കുഞ്ഞിനെ കുളത്തിൽ എറിഞ്ഞു കൊന്നു. എന്നിട്ട് ആ ഡാഷ്മോൻ അവിടെ നിന്ന് കരഞ്ഞു. നീ തവളെ കുത്തി കയറ്റി പൊട്ടിച്ചു കൊന്നവനല്ലയോ? നീയും ഡാഷ്മോൻ തന്നെ. രണ്ടു കൂട്ടുകാരും കണക്കാ, ഒന്നിനൊന്നിനും വെച്ചോ രണ്ടിനും നരകത്ത് സീറ്റ് ഉണ്ട്. മെറിറ്റിന് കിട്ടും നിനക്കൊക്കെ നരകത്ത് സീറ്റ്. യു ഈസ് ദ ബെസ്റ്റ് യു ടൂണർ. Thanks. You powerful, very English. നെയ്ബർ ചേട്ടനോട് എനിക്ക് ക്രഷ് ഉണ്ടായി. പിന്നെ ഞാൻ അറിഞ്ഞത് എൻ്റെ അമ്മയുമായി ആ ചേട്ടൻ അഫെയറാ. അമ്മയും കൊള്ളാം, മോളും കൊള്ളാം. ഇതിലൊക്കെ ഞാനിപ്പോ എന്താ പറയാനാ, ട്രോമ. എന്റെ ഒരു അഭിപ്രായത്തിൽ തക്ക സമയം നോക്കി അച്ഛനെ അങ്ങോട്ട് അറിയിക്കുക. ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് റോക്കറ്റ് അടിച്ചിട്ടുണ്ട്. അയ്യോ, അതെന്തോ അതിന്റെ അർത്ഥം എന്തോ? ക്ലാസ്സിൽ വെച്ച് റോക്കറ്റോ? എഴുതുമ്പോ മൊത്തമായിട്ട് എഴുതണ്ടേ. ക്ലാസ്സിൽ വെച്ച് ഞങ്ങളോ റോക്കറ്റ് വിട്ടിട്ടുണ്ട്. പക്ഷെ ഇതായിരുന്നത് അഴുക്ക ചെറുക്കനാ, തന്തേക്കാൾ മോശം. അടുത്ത രഹസ്യത്തിലേക്ക് പോവാ. വല്ല പണിക്കും പോടോ. അനിയന്റെ വെട്ടാൻ നോക്കിയിട്ടുണ്ട്. അതി നല്ല നീ അനിയനെ അങ്ങ് കൊല്ലുന്നതായിരുന്നു. അപ്പൊ നീ എന്താ പാടെ കാണിച്ച? നീ നിന്റെ അനിയന്റെ വെട്ടാൻ നോക്കിയെന്നോ? ഇരുന്നിരിപ്പി അങ്ങ് വെട്ടിക്കളയാൻ തോന്നുന്നത് ഇരുന്ന് വാഴക്കൊല്ലയോ? അനിയന്റെ വെട്ടിക്കളയാൻ തോന്നിയെന്നു. എന്തൊരു ചെറുക്കനായത്. അടുത്തത് കേട്ടപ്പം എന്റെ കാലിന് തല വരെ രോമാഞ്ചം കയറി. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മറക്കാനാവാത്ത 3 കാര്യമുണ്ട്. പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കിസ് അടിച്ചു ഇൻ 8th സ്റ്റാൻഡേർഡ്. നമുക്കൊക്കെ ആ സമയത്ത് ബാത്റൂമിൽ പോകാൻ കഴുകാൻ പോലും അറിയത്തില്ലായിരുന്നു. പിള്ളേർ കിസ് അടിച്ചെന്നപ്പോ വൺസ് ഐ ഡ്രാങ്ക് മൈ ഓൺ പീ. സത്യം പറഞ്ഞ എന്തോ പ്രശ്നം എന്തോ, ദൈവം അത് കളയാൻ വേണ്ടി തന്നേക്കുന്നതാണ്. അത് കളയണം, അല്ല പിന്നെ റീയൂസ് ചെയ്യാൻ നിൽക്കരുത്. ഇതിൽ ഉദ്ദേശിക്കുന്ന സ്വയം പര്യാപ്തതയായിരിക്കും. ഐ മിക്സ് മൈ യൂറിൻ ആൻഡ് പൂപ്പ് ആൻഡ് ടേസ്റ്റ്. നിനക്കൊക്കെ എന്താണ്, നിനക്കൊക്കെ ഈ തീട്ട കേസ് അല്ലാതെ വേറെ ഒന്നും ഇല്ലയോ? സീക്രട്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പഴേ ബാത്റൂമിലോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകുന്നത്. വേറെ സീക്രട്ട് ഒന്നും ഇല്ലേ നിങ്ങൾക്ക് ആർക്കും? ടോയ്ലറ്റിൽ വീണ സോപ്പ് ആരും അറിയാതെ കൈയിട്ടെടുത്ത് വെച്ച്, നീ കൈയിട്ടെടുത്ത് വെച്ച് നിന്റെ കൈ അഴുക്കായി. ഓക്കെ, നീയെ അഴുക്ക ചെറുക്കനായിരുന്നു. പക്ഷെ അതറിയാതെ ഒരാൾ കുളിക്കാൻ വരാൻ നേരം അതെടുത്ത് വീടല്ലോട്ട്. ക്ലാസ്സിൽ ഒരു മലരനുണ്ട്, എല്ലാവരുടെയും ക്ലാസ്സിലുണ്ട് അതുപോലെ കുറെ മലരൻ. അവൻ ഊക്കുക എന്ന് പറഞ്ഞ് തന്തയില്ലാത്തരം കാണിക്കുക. അങ്ങനെ ക്ലാസ്സിൽ ഒരു വയ്യാത്ത കുട്ടിയുണ്ട്. അവനെ കളിയാക്കി അന്ന് അവൻ ക്ലാസ്സിൽ മെയിൻ ആവാൻ നോക്കുന്നത്. വീട്ടിൽ പോകാൻ 2 വഴിയുണ്ട്. അവൻ ചായ കുടിക്കാൻ വേണ്ടി ഒറ്റയ്ക്കാ പോവാറ്. ആ വഴി തിരക്കും ഉണ്ടാവത്തില്ല. ഞാൻ മെല്ലെ പിന്നാലെ പോയി. ഒരു കല്ലെടുത്ത് അവന്റെ തലക്കെറിഞ്ഞ് അവന്റെ തല കുത്തി ചോര വന്നു. അത് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് മാറി. അവൻ എന്നെ കണ്ടുമില്ല. 8 സ്റ്റിച്ച് ഇട്ടവൻ. ഇപ്പോഴും അറിയത്തില്ല അത് ഞാനാന്ന്. എനിക്കത് റിഗ്രറ്റ്സും ഇല്ല. എല്ലാവരും ക്ലാസ്സിൽ ഹാപ്പി ആയിരുന്നു അത് കേട്ടപ്പോ. ഞാനും ഹാപ്പിയാണ്. അവനെ വയ്യാത്ത കൊച്ചിനെ കളിയാക്കാൻ പോയപ്പോഴേ കൊടുക്കണമായിരുന്നു 8 സ്റ്റിച്ച് തലയ്ക്ക്. പൊളിച്ചു വെച്ചാനെ. അടുത്ത സംഭവം കുറച്ച് ഹൊററാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഐ ഗോട്ട് COVID too from my elder brother, but he was quarantined in the 2nd floor and I was in my parents' room. We all know that fever dream. അതെ, പനി വരാൻ നേരം നമുക്ക് എല്ലാവർക്കും ഒരുമാതിരി സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ശരിയാ. It was not a dream for me. I was totally awakened. Every 2 to 3 a.m. I was awake because of my fever, but one day, like the 5th day of the quarantine, I heard a sound from my room. Also, this room I'm going through is the tallest room in my home, and where my bed is located, straight forward there is a window, and I opened my eyes to see what's happening, but I've seen nothing. But after 3 a.m. the sound got louder. കഥ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുക. I opened my eyes, fully awakened, blood shed and saliva leaking, and jaw broken creature with a human and animal mix shaping with a sharp claws looking at me through the window. Looking at me through the open window. I swear I've seen it, but today also no one cares. പിന്നല്ലാതെ ഈ മണ്ടത്തിലൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ? ഞാനും വിശ്വസിച്ചില്ല. കണ്ട സിനിമയും കണ്ടിട്ട് അവൻ ഇറങ്ങിയേക്കോ. ബ്ലഡ് ഷെഡ് ആൻഡ് സലീവ ലീക്കിംഗ്, ജോ ബ്രോക്കൺ ക്രീച്ചർ വിത്ത്. അതെ, മരിച്ചുപോയൊരു പട്ടി മരിച്ചുപോയൊരു മനുഷ്യനോട് മേറ്റ് ചെയ്തുണ്ടാക്കിയ പ്രേതമായിരുന്നു ഈ വന്നത്. ഒന്നും പറയണ്ട, സ്വപ്നം കണ്ടിട്ട് ഇറങ്ങിക്കോളൂ. സംഭവം എന്തായാലും കേട്ടോണ്ടിരിക്കുക രസമുണ്ട് അവന്മാരുടെ സ്വപ്നം. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചിക്കൻ ചൂടാൻ നിന്നപ്പോൾ ആരും അറിയാതെ ഞാൻ എൻ്റെ ഷിറ്റ് മസാലയിൽ ചേർത്തിരുന്നു. എന്തോ കൂട്ടാ നീയാ കാണിച്ചത്? ഷിറ്റ് മസാലയിൽ ചേർത്തോ? എന്നിട്ട് നീ എന്റെ കൂട്ടുകാർക്കും കൊടുത്തോ? അത് മാത്രമല്ല അവിടെ കൊണ്ട് കഴിയുന്നില്ല, പക്ഷെ ഞാനും അത് തിന്നു.
പുള്ളിക്കും ഇഷ്ടപ്പെട്ടത്. ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു? അറ്റ്ലീസ്റ്റ് കളയേണ്ട അപ്പി മൂത്രമെങ്കിലും കളാം, അതും ഇങ്ങനെ പിടിച്ചു വെക്കാതെ. അടുത്ത കഥ കോമഡി. എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്സപ്പിലെ എബൌട്ടിൽ കൂടെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ എനിക്കറിയാം വാട്സപ്പിന്റെ എബൌട്ടിൽ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരുന്നവര്. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ച ആരും കാണില്ലെന്ന്. ബട്ട് ഒരു മൂത്ത് നിൽക്കുന്ന മോൾ അവളുടെ അമ്മയുടെ ഫോണിൽ, ശരിക്കും അവളുടെ അമ്മയുടെ ഫോണാണ്, ഞാൻ വിചാരിച്ച് തെറി വിളിച്ചായിരുന്നു. അവളുടെ അമ്മയുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അത് എന്നിട്ട് അവളുടെ അമ്മ കണ്ട്, എന്നിട്ട് അത് എന്റെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു വിത്ത് സ്ക്രീൻഷോട്ട്. അത് ഈ പലതും ഉണ്ടായിരുന്നു. നാണം കെട്ട്. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എന്റെ മദറിന് അയച്ചു കൊടുത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം ഞാനത് പറയാൻ വരുമായിരുന്നു. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടമുണ്ട് നിന്റെ കാര്യം. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എബൌട്ടിൽ കൂടെ ചേട്ടൻ. പിന്നെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചവൾ ഒരിക്കലും നന്നാവത്തില്ല. നോക്കിക്കോ, ചെറുക്കന്റെ ബ്രാക്ക് പലിക്കും. ഇത് ഉറപ്പാ. ഇത് ദൈവം കണ്ടില്ലെങ്കിൽ പിന്നെ എന്തോ ദൈവം കാണാൻ. അടുത്ത പിന്നെയും തീട്ട കേസ്. ഇതിനകത്ത് അതേ ഉള്ളൂ. ഞാൻ പണ്ട് 3rd പഠിക്കുമ്പോൾ ക്ലാസ്സിൽ വെച്ച് അപ്പി ഇട്ടു. ഈ കാര്യം പറഞ്ഞാൽ നാണക്കേടാവും ഓർത്ത് പറഞ്ഞില്ല. പക്ഷെ ക്ലാസ്സിലെ ഒരു പെങ്കൊച്ച് പറഞ്ഞു എന്തോ വാട്ച്ച്മെന്റ് വരുന്ന, അപ്പൊ ടീച്ചറും അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അറ്റ് ദാറ്റ് ടൈം ക്ലാസ്സിൽ മറ്റൊരു ടീച്ചർ വന്നപ്പോൾ എന്റെ ക്ലാസ്സിൽ ഇരുന്ന ടീച്ചർ ഈ ടീച്ചറിനോട് കാര്യം പറഞ്ഞു. പറയും അത് ഉറപ്പായിട്ടും പറയും. അങ്ങനെ വന്ന് ടീച്ചർ എല്ലാവരും ക്ലാസ്സിന് വെളിയിൽ ഇറക്കി നിർത്തി, ഇൻക്ലൂഡിങ് ഗേൾസ്. എന്നിട്ട് കയ്യിൽ ഇരുന്ന് വടി വെച്ച് നിക്കറിൽ കൂടി കയറ്റി തോണ്ടി നോക്കി. എന്തൊരു ടീച്ചറായിരുന്നാ നിങ്ങളെ. ഭാഗ്യവശാൽ എന്നെ പിടിച്ചില്ല. അതിനു മുന്നേ വേറെ ഒരുത്തനെ പിടിച്ചു. കഷ്ടം. എന്നിട്ട് നമ്മുടെ ഹീറോ അവിടെ ഒന്നും തോക്കുന്നില്ല. അവൻ പിന്നെ എന്ത് ചെയ്തു? ലഞ്ച് ബ്രേക്ക് ആയപ്പോ ടോയ്ലറ്റിൽ പോയി ജെട്ടി ഊരി അവിടുത്തെ ക്ലോസറ്റിൽ ഇട്ട് ഫ്ലഷ് അടിച്ച്. അവിടെ സ്കൂളുകാർക്ക് വള്ളി ഉണ്ടാക്കി. ഇനി അത് ബ്ലോക്ക് ആവുന്നേരം അവരിനെ ആളെ വിളിച്ച് അത് മാറ്റി. ഈമാര് തൊടുന്നിടത്ത് പ്രശ്നമാണ്. എന്നിട്ട് ലോഷൻ ഒഴിച്ച് നിക്കർ കഴുകി പിഴിഞ്ഞ്, എന്നിട്ട് ലോഷൻ എന്റെ മേലിൽ ഒഴിച്ച് കൂളായിട്ടിരുന്നു. ഇങ്ങനെ കുറെ അമ്മമാരുണ്ട് സ്കൂളിൽ പോവാന്നും പറഞ്ഞോണ്ട് ബാഗും തൂക്കി ഇറങ്ങും നാശം ഉണ്ടാക്കാനായിട്ട്. ഞാനൊരു ദിവസം കുളിക്കാൻ നേരത്തെ ഏകദേശം രാത്രി ആയിക്കൊണ്ട് ഒരു 10:30 സമയം. ഞാൻ നല്ലോണം സോപ്പൊക്കെ തേച്ച് കുളിച്ചു. എല്ലാം കഴിഞ്ഞ് അവസാനം നോക്കിയപ്പോൾ സോപ്പ് കാണുന്നില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ സോപ്പ് കഴിഞ്ഞില്ലായിരുന്നോ, നീ വേണമെങ്കിൽ ആ ബോക്സിൽ നിന്ന് സോപ്പ് എടുത്ത് ഉപയോഗിച്ചോ എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത് വെച്ച് തേച്ചത് എന്തായിരിക്കും? പറയോ ലോജിക്കൽ ആർമി. എന്നാലും നീ എടുത്ത് വെച്ച് തേച്ചത് എന്തുമായിരിക്കും? അതിന്റെ ആൻസറും കൂടെ താടാ. ഇങ്ങനെ ക്ലിഫ് ആംഗിൽ നിർത്താതെ. അത് വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും അവിടെ ഇരുന്ന സാധനം എടുത്ത് നീ തേച്ചാണ് സോപ്പാന്ന് വിചാരിച്ചു കാണും. പക്ഷെ അത് എങ്ങനെ പതഞ്ഞ്? അപ്പൊ പതയാനായിട്ടുള്ള എന്ത് സാധനമുണ്ട് ബാത്റൂമിൽ സോപ്പല്ലാത്ത? അതിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അടുത്തത് അവൻ എന്തോ വെച്ചാൽ, ഞങ്ങൾക്കൊരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു. എനിക്കും എന്റെ കൂട്ടുകാരിക്കും അവരെ ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങൾ അവരെ പറ്റുന്ന പോലെ പരമാവധി പ്രാവി പരുവാക്കി അവര് മുടിഞ്ഞു പോകണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാവിലെ ഞങ്ങൾ ആ വാർത്ത അറിയുന്നത് അവര് മരിച്ചു പോയെന്ന്. ഞങ്ങൾക്ക് അങ്ങ് പേടിയായി. എങ്ങാനും ഞാൻ പ്രാവിയത് കൊണ്ടാണോ മരിച്ചു പോയെന്ന്. ഒന്നാലോചിച്ച് നോക്കണം. എല്ലാം അറിയാവുന്ന സർവജ്ഞനായ ദൈവം അവിടെ ഇരുന്നുണ്ട്. ഹിന്ദി ടീച്ചറിനെ പ്രാവി 2 കുട്ടികൾ കൊന്നേക്കാം. എന്തായാലും നിങ്ങൾ പ്രാവി ഉണ്ടൊന്നും അല്ലേ ചത്തുപോയത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ മാത്സ് സാറൊക്കെ എന്നേ ചത്തുപോയതിനായിട്ട്. ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയെ കൊന്നത് ഞാനാണ്. ആൻഡ് സ്റ്റിൽ നോ വൺ നോസ്. നിനക്കൊക്കെ പൂച്ചയോട് ഇത്ര പ്രശ്നം എന്താടാ? ആ സാധു ജീവിയോട് എന്തോ എടുത്തടാ നിന്നെയൊക്കെ. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ ചേച്ചിയെ എനിക്ക് ഇഷ്ടമാ, പറയാൻ പേടിയാ. കഥയിലെ ട്വിസ്റ്റ് എവിടാന്നറിയോ? അവർക്കൊരു മോനുണ്ട്. പ്രൊഫൈൽ ഞാൻ കാണിക്കത്തില്ല. കണ്ടിട്ട് അവരുടെ മോനെ കാട്ടി കളയതാണല്ലോടാ നീ. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ലാബിൽ കയറി മുമ്പൊക്കെ വരുമ്പോൾ ഞങ്ങൾ നോക്കി വെക്കുമായിരുന്നു അടിച്ചു മാറ്റാനായിട്ട്. അങ്ങനെ നോക്കി വെച്ച് അടിച്ചു മാറ്റി 2-3 തവണ. അങ്ങനെ ഒരു ഡേ അടിച്ചു മാറ്റാൻ കയറാൻ നേരം ഒരു സംഭവം കണ്ടു. സ്കൂളിലെ ആന്റിയും മലയാള സാറും കിസ് അടിക്കുന്നത്. ഞങ്ങൾക്ക് പേടിയായി. സാറ് ഞങ്ങളെ കണ്ടുവന്നു. സ്കൂളിൽ ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലം ലാബുകളാണ്. ഞങ്ങൾ ഉടനെ ചെന്ന് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു, വൈബില്ലാത്ത പിള്ളേർ. അങ്ങനെ ടീച്ചർ ഡയറക്ടർ ഇൻഫോം ചെയ്ത് അവർ ചെന്ന് നോക്കിയപ്പോൾ അവരും കണ്ടു. അങ്ങനെ സാറിനെ ആന്റിയും പിരിച്ചു വിട്ടു. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ ഒരു തെർമോകോളിന്റെ പുറത്ത് വെച്ച് കായലിൽ ഒഴുക്കി വിട്ട്. എന്തൊരു മനുഷ്യരൊക്കെ ഇത്. നിനക്ക് നരകത്തിലൊന്നും സീറ്റ് മേടിച്ച് തന്നാ പോരാ, നിനക്ക് അതിന്റെ മണ്ടൊക്കെ എന്തെങ്കിലും വേണം. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എന്റെ ഗ്രാൻഡ് മദറിന്റെ ഫേവറേറ്റ് ഗോൾ ചെയ്ത് ഞാൻ ഗേറ്റിന്റെ വെളിയിൽ ഇട്ടു. അതെന്തൊരു കൊച്ചായിരുന്നത്. മൈ മദറും ഗ്രാൻഡ് മദറും കുറെ തപ്പി. അതിന്റെ പേര് വലിയ പ്രശ്നങ്ങൾ നടന്നു. ബട്ട് ഞാനൊന്നും മൈൻഡ് ആക്കിയില്ല. നിനക്ക് ആ സമയം വേണ്ട ബെൽറ്റും കൊണ്ടുള്ള ചെറിയ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഹോം ട്യൂഷനിൽ വെച്ച് തൂറാമുട്ടി. പിന്നെയും തീട്ട കേസ്. ഞാൻ ടീച്ചറിനോട് ചോദിച്ച് അപ്പ ഇടാൻ പോയി. ബാത്റൂമിലോട്ട് പോകുന്ന വഴി വെച്ച് അങ്ങ് പൊട്ടിത്തെറിക്കുന്ന കൂട്ട് പോയി. ഞാൻ നടന്ന വഴി തൊട്ട് ബാത്റൂം വരെ അപ്പി. ഞാനങ്ങ് നാണം കെട്ടു. അല്ലടാ, നിന്നെ അവരെല്ലാരും കൂടെ പിടിച്ച് ഉമ്മ തരുമായിരുന്നു. നാണം കെട്ടെന്ന് പോലും. പിന്നെ എന്തോ നീ പ്രതീക്ഷിച്ചേ? ബാക്ക് നല്ലപോലെ ചൊറിച്ചിൽ വന്ന് ഞാൻ ആരും കാണില്ല എന്ന് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറി നിന്ന് കൈ ഇട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്മെൽ ചെയ്തു.
കഴിഞ്ഞില്ല, ഇനിയുണ്ട് കഥ. അതെന്റെ ലവർ കണ്ടു, 1 മണിക്കൂറിനുള്ളിൽ ബ്രേക്കപ്പ് ആയി. നിന്റെ ലവറിനെ ഞാൻ തെറ്റു പറയത്തില്ല, അതിന്റെ മാനസികാവസ്ഥ അതിനെ മനസ്സിലാവത്തുള്ളൂ. അതങ്ങനെടാ. ഞാനൊരു കഥ പറയാം, ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡന്റ്. എന്റെ അച്ഛന്റെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ രാവിലെ 3 മണി ടൈമിൽ റബ്ബർ വെട്ടാൻ പോകാറുണ്ട്. അയാളുടെ കയ്യിൽ ഒരു തൂമ്പ ഉണ്ടായിരുന്നു, 6 അടി പൊക്കം ഉണ്ടായിരുന്നു, വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും. ഉടുത്തൊരു കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അയാൾ അച്ചാച്ചനെ കണ്ടപ്പോൾ നല്ല പരിചയത്തോടെ ഇപ്രകാരം മിണ്ടി. എന്താടാ തീരാറായോ? പൃഥ്വിരാജിന്റെ സിനിമയോ. അച്ചാച്ചയ്ക്ക് ആളാരാണെന്ന് മനസ്സിലായില്ലേലും എന്നാലും ഒന്ന് ചോദിച്ചു എങ്ങോട്ട് പോകുന്ന വഴിയാണ്. അയാൾ പറഞ്ഞു ആ പാപ്പൻ കൊല്ലന്റെ അടുത്ത് വരെ പോകുക, ഈ തൂമ്പയൊന്ന് മുറുക്കണം. പിന്നീട് അയാൾ വേഗം ഓപ്പോസിറ്റ് വഴി നടന്നുപോയി. ദ ഫാക്ട് ഈസ് അയാൾ പറഞ്ഞ പാപ്പൻ കൊല്ലൻ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ചേട്ടനായിരുന്നു. പാപ്പൻ കൊല്ലൻ 32 വർഷം മുന്നേ പാമ്പ് കടിയേറ്റ് മരിച്ചുപോയി. അയാൾ ആരാണെന്നോ ആ 3 മണി ടൈമിൽ ഈ തൂമ്പയും കൊണ്ട് ആ കാട്ടിൽ എന്ത് ചെയ്യുമായിരുന്നോ അറിയത്തില്ല. കൂടാതെ പാപ്പൻ കൊല്ലനെ കാണാൻ പോകുവാണെന്ന് പറഞ്ഞ കാര്യവും. അയാൾ ആരാണേലും എന്തുവാണേലും ലൈഫ് ടൈം ട്രോമ വന്നിട്ടാ പോയത്. 32 വർഷം മരിച്ചുപോയ ആളെ തപ്പിപ്പോയെന്ന്. അങ്ങനെ ഒരു സമയത്ത് എന്നോട് വല്ല ഒരാൾ ഇങ്ങനെ വന്ന് ചോദിക്കുമായിരുന്നു, ഞാൻ അവിടെ മയങ്ങി വീണേനെ. പിന്നെ ഞാൻ എന്ത് കൊടുക്കാനാ ചുമ്മാ അറിഞ്ഞ. പക്ഷെ ശരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ, എന്നോട് അങ്ങനെ ചോദിക്കാൻ പോലും പറ്റത്തില്ല, അതിന് മുന്നേ മയങ്ങി വരും. അടുത്തത് 1-2 വർഷം പരിചയമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട ഒരു ചേട്ടൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ വിളിച്ചു, അവൻ വന്നു. മറ്റേതാ അവൻ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. മറ്റേതല്ല, അവൻ വെളിയിലെ ടോയ്ലറ്റ് അപ്പ് ചെയ്യണം. ഇതെല്ലാം അപ്പിക്കഥയാണല്ലോ. ഞാൻ അവനെ പറ്റിക്കാൻ വേണ്ടി ടോയ്ലറ്റിന്റെ പൈപ്പ് ലൈൻ ഓഫ് ചെയ്തു. എന്നിട്ട് അവൻ വെള്ളമില്ല എന്ന് പറഞ്ഞ് അലറുന്നത് കേൾക്കാൻ വേണ്ടി അവിടെ നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഫ്ലഷ് അടിക്കുന്ന സൗണ്ട് കേട്ട് അവൻ ഇറങ്ങി വന്നു. വെളിയിൽ ഇറങ്ങി ഇപ്പോഴാ വയറിനൊരു ആശ്വാസം എന്ന് പറഞ്ഞു. ഉറപ്പ് വരുത്താൻ ഞാനൊന്ന് കയറി ടാപ്പ് ഓൺ ചെയ്ത് നോക്കി, പക്ഷെ വെള്ളം വന്നില്ല. അപ്പൊ അവൻ കഴുകാതെയാണോ വന്നത്? ഞാൻ ചോദിച്ചില്ല, എപ്പോഴും ആലോചിക്കും. പക്ഷെ ആ സമയം ചോദിക്കണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് കൂടെ ഇതായല്ലോ. പക്ഷേ ഇതെന്തൊരു കഷ്ടമായി പിള്ളേരെ കൊണ്ട്. നമ്മുടെ അവസ്ഥയൊന്നും ആലോചിച്ച് ഒരുത്തം കയറിയിട്ട് കഴിക്കോ ഇല്ലയോ എന്ന് ആലോചിച്ച് നമുക്ക് ടെൻഷൻ ആവുക. സ്കൂളിൽ ക്രഷിന്റെ ബോട്ടിൽ മേടിച്ചോണ്ട് പോയി, എന്നിട്ട് അതിൽ കുറച്ച് പീ ചെയ്തു, എന്നിട്ട് കൊടുത്തു. കൊണ്ടു ചെന്നപ്പോഴേ എന്റെ ഫ്രണ്ടും അത് മേടിച്ചു കുടിച്ചു, അവളും കുടിച്ചു. നിനക്കൊണ്ടാ നരകത്തിന്റെ ഒരു സീറ്റ്. ഞാനും ഇതുപോലെ സ്കൂളിലെ ഫിൽറ്ററിൽ നിന്ന് കൂട്ടുകാർ വെള്ളം എടുത്തോണ്ട് വരുമ്പോൾ കുറെ കുടിച്ചിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും ഇതുപോലൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഇതൊന്നും ആലോചിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണിൽ ചെക്കണം. അപ്പൊ ഈ വീഡിയോ കണ്ടോ, ടാറ്റാ.